നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. കുറച്ച് ദിവസങ്ങളായി മണ്ഡലകാല വ്രതത്തെക്കുറിച്ച് ചിന്തിച്ച് വരികയാണ്. ഇന്ന് നമുക്ക് മണ്ഡലകാലം മാലയിടുന്നു, അതിനുശേഷം രാവിലെ ക്ഷേത്രങ്ങളിൽ പോകുന്നു. നാമജപം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നാമജപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തൊക്കെയാണ് ലളിതമായ രീതിയിൽ ഉള്ള സമയത്ത് 10-15 മിനിറ്റ് നാമജപം നമുക്ക് ശീലിക്കാം. ഏറ്റവും വലിയ ഇല്ലെങ്കിൽ അത്യുത്കൃഷ്ടമായ ഒരു ശീലമാണ് നിത്യവും ഒരു 15 മിനിറ്റെങ്കിലും നാമജപം. അത് രാവിലെ ആകട്ടെ വൈകിട്ടാകട്ടെ. അങ്ങനെ പുതിയൊരു ശീലം നമുക്ക് തുടങ്ങുവാൻ സാധിക്കും. ശീലം സർവത്ര വൈധനം എല്ലായ്പ്പോഴും പറയുന്ന ഒരു ശ്ലോകമാണ്. വിദേശേഷു വിദ്യാധനം വ്യസനേഷു ബുദ്ധിർധനം പരലോകേ ധനം ധർമ്മം ശീലം സർവത്ര വൈധനം. അങ്ങനെ നല്ല ഒരു ശീലം ഇതിലൂടെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് ശീലിക്കാം. വരൂ, നമുക്ക് നോക്കാം എന്താണ് നാമജപം എന്നുള്ളത്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ നാം മൂലമന്ത്രങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ശ്ലോകങ്ങളെല്ലാം തന്നെ നമുക്ക് ജപിക്കാം. ആദ്യമായി ഗുരു ശ്ലോകം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദ്യത്തെ ശ്ലോകമാണ്. നാം ഇത് ജപിക്കുന്നു. ഇതിൽ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിൻ്റ് തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നുള്ളതാണ്. മലയാളികൾ പലപ്പോഴും തെറ്റായിട്ട് ഉച്ചരിച്ച് ശീലമായിപ്പോയി. ഗുരവേ നമ എങ്ങനെയാകും? ഗുരു അല്ലേ ഗുരുവേ നമ ആവണ്ടേ? ഇവിടെ വിഭക്തിയിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ഗുരുവേ നമഃ എന്നുള്ളതല്ല, ഗുരവേ നമഃ എന്നുള്ളതാണ്. കാരണം ഒരാൾ തെറ്റ് പഠിച്ചാൽ അയാളിൽ നിന്ന് 10 പേര് പഠിക്കും. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം. അതിൽ സമ്മതം മൂളായിക രാജൻ ഏവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അതുകൊണ്ട് കഴിയുന്നതും തെറ്റില്ലാതെ ചൊല്ലുവാൻ ശീലിക്കുക. ഒന്നുകൂടി പറയാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെ ഇവിടെ പരം ബ്രഹ്മ എന്ന് നീട്ടരുത്. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മത്തെയാണ് നാം ഉദ്ദേശിക്കുന്നത്, ബ്രഹ്മാവിനെയല്ല. അത് ആദ്യത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുർ ബ്രഹ്മ. അവിടെ ദീർഘം ഉണ്ട്. അപ്പോൾ ഈ ശ്ലോകം ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഗണപതിയുടെ ശ്ലോകം ജപിക്കണം. ഗുരു കഴിഞ്ഞാൽ പിന്നെ ഗണപതിയാണ്. അങ്ങനെ ഗണപതിയുടെ ശ്ലോകം ഏവർക്കും അറിയാം. ഗണപതി അഷ്ടോത്തരം ജപിക്കാം. ഗജാനനം ഭൂതഗണാതിസേവിതമുണ്ട്. എന്തൊക്കെ ലഭ്യമാണോ സാധിക്കുന്ന രീതിയിൽ ഗണപതിയെ ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഭഗവതി, അത് അവരവരുടെ സിസ്റ്റം അനുസരിച്ച് അവരവരുടെ ദേശത്തിനും കാലത്തിനും അവരവരുടെ സമ്പ്രദായത്തിനും അനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. എന്തുതന്നെയായാലും നാമജപമാണ് ലക്ഷ്യം. അതിനുശേഷം നമ്മൾ നേരെ അയ്യപ്പൻ ധർമ്മശാസ്താവിൻ്റെ ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജപിക്കാൻ പറ്റുക? ഏവരും ഗൂഗിൾ ചെയ്താൽ മതി. ശാസ്ത്ര പഞ്ചരത്നം വളരെയധികം പ്രസിദ്ധമായ ശ്ലോകമാണ്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പഞ്ചരത്നമാണ്. 5 ശ്ലോകമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഏവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. പഠിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇത് പൂർണ്ണമായിട്ടും ചൊല്ലി തീരുവാനായിട്ട്. ആ 1 മിനിറ്റ് നമ്മളുടെ അടുത്ത് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏവർക്കും അറിയാം ഉത്തരം. അങ്ങനെ ശാസ്ത്ര പഞ്ചരത്നം, മഹാശാസ്ത്ര അഷ്ടോത്തരം, ധർമ്മശാസ്ത്ര അഷ്ടോത്തരമുണ്ട്. അഷ്ടോത്തരം എന്ന് പറയുമ്പോൾ വളരെ ലളിതമാണ്. മഹാശാസ്ത്രേ നമഃ എന്ന് പറഞ്ഞ് തുടങ്ങി പോവുകയാണ്. അതൊരു 2 മിനിറ്റ് മതി. ആ ശ്ലോകം ഇന്ന് ലഭ്യമാണ് ഗൂഗിളിൽ. വിരൽ തുമ്പത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്, ദുഷിച്ചതുമുണ്ട്, തെറ്റുള്ളതൊക്കെ ഉണ്ട്. അത് അഷ്ടോത്തരം പൊതുവെ തെറ്റില്ലാതെ നമുക്ക് ലഭ്യമാണ്. അങ്ങനെ മലയാളത്തിൽ ഏവരും ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. മഹാശാസ്ത്ര ഇല്ലെങ്കിൽ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമം ഇല്ലെങ്കിൽ നാമാവലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഉടനെ തന്നെ നമുക്കൊരു PDF ഫോർമാറ്റ് കിട്ടും. അത് നോക്കി വായിച്ചാൽ മാത്രം മതി. 10 ദിവസം കൊണ്ട് ഈ അഷ്ടോത്തരം ബൈഹാർട്ടായിട്ട് വരും. ഇതിൻ്റെ ഗുണം എന്താണ്? രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ തന്നെ ഓം മഹാശാസ്ത്രേ നമഃ അങ്ങനെ വന്നുകൊണ്ടിരിക്കും, ധർമ്മശാസ്ത്രേ നമഃ എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും. നമ്മളിത് പഠിച്ചു കഴിഞ്ഞല്ലോ, അറിയാതെ വരികയാണല്ലോ, ഇത്രയും കാലം നാം ജപിച്ചില്ല, ഇന്ന് മനസ്സിൽ ഇതിങ്ങനെ വരികയാണ്. മറ്റൊന്ന്, ഇതില്ലെങ്കിൽ നാം നേരെ അയ്യപ്പൻ്റെ മുമ്പിലോ ധർമ്മശാസ്താവിൻ്റെ മുമ്പിലോ പോയി നിന്ന ശേഷം കയ്യും കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ, നല്ലത് വരണേ, ബുദ്ധി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമം പറയാനായിട്ട് അറിയുന്നില്ല.
പഞ്ചരത്നം ശീലിച്ചു കഴിഞ്ഞാൽ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം എന്ന് ശ്ലോകം 1 മിനിറ്റ് ജപിക്കുവാൻ സാധിക്കും. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കില്ല. അതൊരു ഹാബിറ്റാകും. മണ്ഡലകാലം തീർന്നാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കും. അതൊരു നല്ല ശീലം തന്നെയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.